യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെ ഏകദേശം 14 രാജ്യങ്ങളാണ് എമർജൻസി സമ്മിറ്റ്, സെക്യൂരിറ്റി സമ്മിറ്റ് ബ്രിട്ടനിൽ വിളിച്ചു കൂട്ടിയത്. അതിൻ്റെ അകത്ത് ഉക്രൈനെ വിളിപ്പിച്ചു. ഉക്രൈൻ പ്രതിനിധിയായിട്ട് അതിൻ്റെ പ്രസിഡന്റ് പങ്കെടുത്തു. കീറ്റ് സ്റ്റാമറാണ് ചെയർ ചെയ്തത്. വലത് ഭാഗത്ത് ഇമാനുവൽ മാക്രോൺ, ഇപ്പുറത്ത് ഇടത് ഭാഗത്തായിട്ട് വ്ളാദിമിർ സെലൻസ്കി. നേരെ അമേരിക്കയിൽ നിന്ന് നേരെ ലണ്ടനിലാണ് ലാൻഡ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിന്ന് ഈ ചർച്ചയുടെ ഏകദേശ രൂപങ്ങളൊന്നും പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിന് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി പല റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് പത്രങ്ങൾ, അമേരിക്കൻ പത്രങ്ങൾ, മറ്റ് പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു, ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ഇതിനകത്തൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു എന്താണ് സംഭവിച്ചത് അമേരിക്കയിൽ, എന്താണ് ട്രംപ് ഈ പറയുന്ന വ്ളാദിമിർ സെലൻസ്കിയോട് പറഞ്ഞത്. സെയിം തിങ് തന്നെയാണ് യൂറോപ്യൻ യൂണിയനും അംഗീകരിച്ചിരിക്കുന്നത്. എന്താണ് ട്രംപ് പറഞ്ഞത്? യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി, അതായത് ഉക്രൈന് സെക്യൂരിറ്റി കൊടുക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഇതാ പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് തർക്കമുണ്ടാകുന്നത്. ഇപ്പം എന്താണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്? യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി യൂറോപ്പ് നോക്കിക്കോളാം. അതായത് ഉക്രൈന് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുവാൻ വേണ്ടി ഫ്രാൻസും UK-യും ജർമ്മനി ഉൾപ്പെടെയുള്ളവർ കോയിലേഷൻ ഫോഴ്സ്, സംയുക്തമായ ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നു. അവർ ഉക്രൈനിൽ പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് നിൽക്കും. ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്, നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ നോക്കണം. അമേരിക്കയല്ല നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കേണ്ടത്. നിങ്ങളുടെ ഡിഫൻസിൻ്റെ ബജറ്റ് കൂട്ടുന്നത് നിങ്ങളുടെ കാര്യമാണ്, അത് അമേരിക്കയുടെ ചുമതലയല്ല. ഇത് തന്നെയാണ് അവിടെ ഉണ്ടായത്. എന്താണ് എയർപോർട്ടിൽ പോകുന്നതിന്, അതായത് കീവിലോട്ട് പോകുന്നതിന് മുമ്പ് ബ്രിട്ടനിൽ വെച്ച് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സെക്യൂരിറ്റി ആവശ്യമാണ്. അത് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, സീസ് ഫയർ 1 മാസത്തേക്ക് എഗ്രിമെൻ്റ് വേണം. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടും റഷ്യയോടും ആവശ്യപ്പെടുന്നത്. അതായത് 1 മാസത്തെ സമയം കൊണ്ട് ഫർദർ നെഗോസിയേഷൻ, അതായത് വെടിനിർത്തൽ സമയത്ത് നെഗോസിയേഷൻ നടത്തി ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. ഇത് തന്നെ അമേരിക്ക പറഞ്ഞത്. ആദ്യം സീസ് ഫയർ, വെടിനിർത്തൽ, ബാക്കി നമുക്കിരുന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മറ്റേ പുള്ളി എതിർത്ത് ഓടിപ്പോയത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ വീഡിയോയും ഈ സംഭവിച്ചൊക്കെ ഒരേപോലല്ലേ ഉണ്ടായത്. നിങ്ങൾ നോക്ക്, ഓരോന്നായിട്ട് ടാലി ചെയ്ത് നോക്ക്. മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ്, അതായത് റഷ്യ ഇൻവേഷൻ നടത്തി കഴിഞ്ഞ സമയത്ത് ഉക്രൈൻ തകർത്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയ്ക്കും വേണ്ടി ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ റഷ്യയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള റഷ്യൻ അസറ്റുണ്ട്, അത് ഏകദേശം 250 ബില്യന് മുകളിലുണ്ട്. അത് ഫ്രീസ് ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങൾ. അത് അതേപോലെ ഉക്രൈന് കൊടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ധാരണയായി. അടുത്ത ഡെവലപ്മെൻറ്റ്, കാരണം അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത പണം നിങ്ങൾ തിരിച്ചു തന്നേ മതിയാകൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈൻ ഇത്രയും പണമില്ല കയ്യിൽ. കാരണം 10 ജനറേഷൻ കഴിഞ്ഞാൽ പോലും $350 ബില്യൺ മുകളിൽ കൊടുക്കാൻ ഉക്രൈൻ്റെ ഇല്ല. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞ ഒരു പോസിബിൾ ചാൻസ്, അതായത് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ഡോൺബാസ് അത് ഉക്രൈന് തിരിച്ചു കൊടുക്കും. അവിടെ റയർ എർത്ത് മിനറൽസും അൺടാപ്പ് ചെയ്യാത്ത ഉക്രൈൻ്റെ LNGയും ക്രൂഡും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മൈൻ ചെയ്തിട്ട് 50% അമേരിക്ക എടുക്കുന്നു, 50% യൂറോപ്പിനോട് ഉക്രൈന് കൊടുക്കുന്നു. ഇതാണ് ഫോർമുല പറഞ്ഞ്. അപ്പം അതിലോട്ട് അടുക്കുകയാണ് ഇപ്പോഴും. അത് ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഈ കീവിൽ ചെന്നിട്ട് ഉക്രൈനിയൻ പ്രസിഡന്റ് അപ്പോളജി ചെയ്യും. അതിനുള്ള സമയമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം അഹങ്കാരം വേണ്ട എന്ന് പറഞ്ഞു.
കാരണം അതേപോലെ തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിൻ്റെ ബജറ്റ് കൂട്ടാൻ തീരുമാനിച്ചു. ഇത് തന്നെയാണ് ട്രംപ് പറയുന്നത്. നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ നോക്കണം. നിങ്ങൾ എന്ത് വാങ്ങിയാലും ഒരു സാധനം ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. കാരണം അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പണം നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി തരാൻ പറ്റില്ല. ഇവിടുന്ന് ടാരിഫിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നാറ്റോയുടെ കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ റീആം ചെയ്യണം. അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ ഡിഫൻസിൽ നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആവണം. അപ്പോഴെന്താ യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്? ഇതിലൊക്കെ അവർ അമേരിക്കയുടെ സപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത്. അത് വരാൻ പോകുന്ന 10 വർഷം എടുക്കും അവർക്ക് റീആം ചെയ്യാൻ, അതായത് സൈനികപരമായ ബലമുണ്ടാകാൻ വേണ്ടി. അത്രയും സമയം അമേരിക്കയുടെ സപ്പോർട്ട് വേണം. അത് കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് പുടിനുമായിട്ട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഇങ്ങനെ പീസ് കീപ്പിംഗ് ഫോഴ്സ് വരും ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്? ഇല്ല, കാരണം റഷ്യ അതിന് തയ്യാറാണ്. അതായത് ഇതിൻ്റെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഉക്രൈൻ പ്രസിഡന്റ് കോമാളിയായിരുന്നു. കാരണം ഇതെല്ലാം അമേരിക്ക പറഞ്ഞത്. ഇത് തന്നെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഫർദർ ഈ സാധനം എസ്കലേറ്റ് ചെയ്തത്. അപ്പോൾ പക്ക കോമാളിയായി മാറി ഉക്രൈൻ പ്രസിഡന്റ്. എന്താ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞ്? ഒരിക്കലും അമേരിക്കയുമായിട്ട് ശത്രുതയിൽ പോകാൻ പറ്റില്ല. അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ സപ്പോർട്ട് ആവശ്യമാണ് യൂറോപ്പിന് എല്ലാ രാജ്യങ്ങൾക്കും. കാരണം ഡിഫൻസ് ബജറ്റ് കൂട്ടിയ ശേഷം റീആം ചെയ്യാൻ സമയമെടുക്കും. ഈ സമയത്തെല്ലാം അമേരിക്കയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇപ്പം റഷ്യയുമായിട്ട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്താ പറഞ്ഞത്? അതിലും അമേരിക്കയുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പീസ് കീപ്പിംഗ് ഫോഴ്സിന് ഉക്രൈനിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ അമേരിക്കയുടെ സപ്പോർട്ട് വേണം. ഇത് അമേരിക്കയുടെ ഏകദേശം 2000-ഓളം സൈനികർ ഇപ്പോഴും കീവിലുണ്ട്. ഇപ്പം കീവിൽ അവരുടെ ഓപ്പറേഷൻ എന്താ? ഈ പറയുന്നത് ഉക്രൈൻ പട്ടാളത്തിനൊന്നും അറിയത്തില്ല എങ്ങനെ ഫയർ ചെയ്യണം. ഈ സാറ്റലൈറ്റ് മുഴുവൻ അമേരിക്കയായിട്ട് ഇത് സംഭവം എടുത്തിട്ട് റഷ്യ എവിടെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്തത്, അവിടെ ഫയർ ചെയ്യുന്ന ഡയറക്ഷൻ കൊടുക്കുന്നത് മുഴുവനും അമേരിക്കൻ ഫോഴ്സാണ്. അതുകൊണ്ടാണ് ഈ കീ സ്റ്റാമറും ഇമാനുവൽ മാക്രോണും ജർമ്മനിയും പറയുന്ന അമേരിക്കൻ ഫോഴ്സിന് ഇപ്പോൾ അവിടുന്ന് വിഡ്രോ ചെയ്യേണ്ട. ഏകദേശം 2000 പേരോളം ഉണ്ട്. ഇതാണ് ഈ ഉക്രൈനിന് പ്രസിഡന്റ് ഒരു പൊട്ടനാന്ന് ഞാൻ പറഞ്ഞത്. പക്ക കോമാളിയായിട്ട് മാറി, നാണം കെട്ടുപോയാണ്. കാരണം ഈ രാജ്യങ്ങൾ വരെ നാണം കെട്ടുപോയി. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്തോ പറഞ്ഞത്? എല്ലാ രാജ്യങ്ങളും അവരുടെ ബജറ്റ് കൂട്ടുകയാണ്. അവർ ഉക്രൈനെ സഹായിക്കാൻ ഫോഴ്സ് അനുസരിച്ചും ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് റഷ്യയുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്ത് അത് ഉക്രൈന് കൊടുക്കാൻ തയ്യാറാകുന്നത്. പിന്നീട് എന്ത് രാജ്യങ്ങൾ പറയുന്നത്? അമേരിക്ക അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ ഇതേപോലെ മൈനിങ്ങിനാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അത്രയും പണവുമില്ല, മാൻ പവറും ഇല്ല, ടെക്നിക്കൽ സ്കിൽസ് ഇല്ല, ടെക്നോളജി ഇല്ല. അത് അമേരിക്ക തന്നെ വരണം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ വളരെ മുൻപ് ഞാനിത് പറഞ്ഞു. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി മീറ്റിങ്ങിനകത്തും യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ്റെ സെക്യൂരിറ്റി യൂറോപ്പിൻ്റെ സെക്യൂരിറ്റിയാണ്. ഈ രാജ്യങ്ങളാണ് അവരത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതേ അമേരിക്ക പറഞ്ഞുള്ളൂ. അതായത് അമേരിക്ക പറഞ്ഞില്ല, അവിടെ അമേരിക്ക സെക്യൂരിറ്റിയുടെ കാര്യം പറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ ബേസ് ഉണ്ടാക്കാനും അവിടെ സൈന്യത്തെ അയക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളത് സെക്യൂരിറ്റി ബിൽഡപ്പ് ചെയ്യണം. നിങ്ങൾക്കതിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒന്നും ഫ്രീ ആയിരിക്കുകയില്ല. അതായത് നിങ്ങൾ ബജറ്റ് കൂട്ടണം. ഇതാണ് സംഭവിച്ചത്. ഇതെല്ലാം ഉണ്ടായത്. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഫർദറായിട്ട് കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെയല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം സീസ് ഫയർ വരട്ടെ, വെടിനിർത്തൽ വരട്ടെ, ആളുകൾ കൊല്ലപ്പെടേണ്ട, പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഓരോന്ന് വെച്ച്. ഇത് തന്നെ പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കുന്നു. ഇതാണ് എക്സാക്ട്ലി ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് ആരാണ് കോമാളിയായിട്ട് പക്ക സ്റ്റേജിലെ കോമാളിയായിട്ട് മാറിയതാരാ? ഒരു നിലവാരവുമില്ലാത്ത ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയാണ് അതിൻ്റെ പക്ക കോമാളിയായി മാറിയത്. യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറിയത്. അവർ പറഞ്ഞ് യുക്രൈൻ്റെ സെക്യൂരിറ്റി. ഒരിക്കലും വ്ളാദിമിർ സെലൻസ്കിയുടെ പേരെടുത്ത് പറയുന്നില്ല അവിടെ. അതാണ് അവർ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന കാരണം.